കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ 108ാം ജന്മദിനത്തോടനുബന്ധിച്ച് മാർച്ച് 14-ന് കണ്ണൂരിൽ മഹാറാലി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി വന്യജീവി ആക്രമണത്തിൽ രക്തസാക്ഷിയായ ജസ്റ്റിന്റെ പെരിങ്കരിയിലുള്ള സ്മൃതി കുടീരത്തിൽ നിന്ന് കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു. റവറന്റ് മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി ദീപം തെളിയിച്ചു. പ്രയാണം നയിക്കുന്നത് സുരേഷ് ജോർജ് കാഞ്ഞിരത്തിങ്കലാണ്. നെല്ലിക്കാമ്പോയിൽ ഫൊറാന പ്രസിഡന്റ് തോമസ് വർഗീസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കുന്നോത്ത് ഫൊറാന പ്രസിഡന്റ് മാത്യു വള്ളംകോട്ട് അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കുന്നോത്ത് ഫൊറാന വികാരി ഫാദർ സെബാസ്റ്റ്യൻ മുക്കിലിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ പോൾ കണ്ടത്തിൽ, രൂപത ജനറൽ സെക്രട്ടറി ജിമ്മി ഐത്തമറ്റം, ഗ്ലോബൽ സെക്രട്ടറി ഷീജ കാറുകുളം, ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ബെന്നി പുതിയാമ്പുറം, രൂപത വൈസ് പ്രസിഡന്റ് ടോമി കണിയാങ്കൽ, ഷിനോ പാറക്കൽ, ബെന്നിച്ചൻ മടത്തിനകം, ബിജു ഒറ്റപ്ലാക്കൽ, ജോസഫ് മാത്യു, ഷാജു എടശ്ശേരി, ഷീബ തെക്കേടത്ത്, ഷെൽസി കാവനാടി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സുരേഷ് ജോർജ് കാഞ്ഞിരത്തിങ്കൽ നന്ദി പറഞ്ഞു. സാക്ഷിയായ ജസ്റ്റിന്റെ ഈ പെരിങ്കരിയിലുള്ള സ്മൃതി കുടീരത്തിൽ നിന്നും ദീപം തെളിയിച്ചുകൊണ്ട് എല്ലാ വേദനിക്കുന്ന ജനവിഭാഗത്തോടും അവഗണിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളോടും കത്തോലിക്ക കോൺഗ്രസും അതിരൂപതയും എന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണിത്. ജസ്റ്റിന് പ്രകാരം ദേവാലയത്തിലേക്കുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ അതിക്രൂരമായ വിധത്തില് വന്യമൃഗത്തിന്റെ ആക്രമണത്തിനിരയായപ്പോൾ ആ കുടുംബത്തെ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ചേർത്ത് നിർത്തി എന്നുള്ളതിന്റെ വലിയൊരു സാക്ഷ്യമാണ് ജസ്റ്റിന്റെ പ്രീതമ ജിന്നിക്ക് തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് സ്കൂളിൽ ചമ്പേരിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി നൽകി സംരക്ഷണം ഒരുക്കിയത്. ഇപ്രകാരം നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, സമുദായ അംഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഒപ്പം വന്യജീവി ആക്രമണത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ അധികാരവൃന്ദത്തോട് ആഹ്വാനം ചെയ്യുക എന്നുള്ളതുമാണ് ഈ മഹാസംഗമത്തിന്റെ ഒരു ലക്ഷ്യം.